നിങ്ങൾക്ക് സ്വന്തം വണ്ടി എടുത്തിട്ടോ അതല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ടോ ഒരു ദിവസം കൊണ്ട് തിരുച്ചിനാപ്പള്ളി, നാഗൂര്, മുത്തുപ്പേട്ട, ഏർവാടി അതുപോലെ തന്നെ മധുര കറങ്ങി നാട്ടിലേക്ക് എത്താനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് പാലക്കാട് നിന്നും നേരെ കോയമ്പത്തൂർ ഹൈവേയിൽ കയറി പൊള്ളാച്ചി റൂട്ടിനല്ല പോണത്, തൃച്ചി കരൂർ റൂട്ടിലാണ് നമ്മൾ ഓടുന്നത്. പൊള്ളാച്ചി റൂട്ടിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, പൊള്ളാച്ചി റൂട്ടിന് പോകുമ്പോൾ ആദ്യം ഏർവാടി കയറലായിരിക്കും നല്ലത് എന്ന് തോന്നി. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തൃച്ചിയിലേക്കാണ്. പാലക്കാട് ഒന്ന് രണ്ട് സിയാറത്തുകളുണ്ട്, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല, നമ്മളെ നാടായതുകൊണ്ട്. നമ്മൾ നേരെ തൃച്ചിനാപ്പള്ളിയിലെത്തുക പുലർച്ചെ ഏകദേശം സുബഹി നിസ്കാരത്തിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ തൃച്ചിൻ്റെ ഏതെങ്കിലും റൂട്ടിൽ എത്തുള്ളൂ. പക്ഷെ അവിടുന്ന് ഉണ്ടെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ മറ്റോ നമ്മൾ ഒളിവ് എടുത്തിട്ട് നിസ്കാരവും റഷാരൊക്കെ കഴിക്കുക. അതുകൊണ്ട് ചെറിയൊരു പേപ്പർ എന്തെങ്കിലും കയ്യിലുണ്ടായാൽ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ചിലപ്പം ഞങ്ങൾക്ക് റോഡിൽ മസ്ജിദ് എന്തെങ്കിലും കാണും, അവിടെ നിർത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാലക്കാട് തൃച്ചി റോഡിന് കയറിയ ഉടനെ ഇതേപോലെ ഹസ്രത്ത് തബലകാലം ബാദുഷാനിൽ അടിച്ചു നോക്കിയിട്ട് നേരെ തിരുച്ചിനാപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കാണുന്നുണ്ടോ നോക്കുക. ഓക്കെ, സൂം ചെയ്തിട്ട് അത് നിർബന്ധമായിട്ട് നോക്കണം, നോക്കാതിരിക്കരുത്. ഓക്കെ, ഇനി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് അങ്ങനെ വരുന്നത് വരാം. ഞങ്ങൾ ഇറങ്ങിയത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സുബഹി നിസ്കാരത്തിൻ്റെ ടൈം ആയപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പാലക്കാടിൽ നിന്നും സുബഹി നിസ്കരിച്ച് പാലക്കാട് എത്തുമ്പോൾ ധാരാളം പള്ളികളുണ്ട്. പാലക്കാട് വരെ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലാണെങ്കിലും ധാരാളം പള്ളികൾ കിട്ടും. രണ്ട് റൂട്ടിലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. പൊള്ളാച്ചി റൂട്ടിൽ മധുര വഴി പോകണമെങ്കിൽ അങ്ങനെ പോവാം, അതല്ല ഈ റൂട്ടിൽ നേരെ പോയിട്ട് തിരുച്ചിനാപ്പള്ളി വഴി പോകണമെങ്കിൽ അങ്ങനെ പോവാം. നമ്മളിങ്ങനെ പോകുന്നത് നമുക്ക് തിരുച്ചിനാപ്പള്ളിയിൽ സിയാറത്തുണ്ട്. അപ്പം നെത്തേർ വലിവായ്പാപ്പാൻ്റെ അടുത്ത് കയറാം എന്നുദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ രാത്രിത്തെ ഓട്ടം കഴിഞ്ഞു. തിരുച്ചിനാപ്പള്ളിയിലെ നെത്തേർ വലിവായ്പാപ്പൻ്റെ ദർഗയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ടൈറ്റ് ഏരിയയാണ്, കോഴിക്കോട് സിറ്റി പോലത്തെ കുറച്ച് ടൈറ്റുള്ള സിറ്റിയാണ്. അപ്പം അതിൻ്റെ അടുത്ത് പാർക്കിംഗ് ആ റോഡ് സൈഡിലുണ്ട്. അവിടുന്ന് ഏതെങ്കിലും കടക്കാരോട് ചോദിച്ചാൽ മതി, ഒന്ന് സൈഡാക്കിയിട്ട് അപ്പോൾ പാർക്കിംഗ് കാണാം. 100 രൂപ അവർ പാർക്കിങ്ങിന് വാങ്ങിയതിന്. ഏതായാലും അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ദർഗയിൽ വന്ന് സിയാറത്തൊക്കെ കഴിച്ച് ഇവിടെ കണ്ടമാനം ഭക്ഷണ വിതരണങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദർഗയിലും പാവപ്പെട്ടവർക്കുള്ള. ഏതായാലും അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ അടുത്ത റൂട്ടിലേക്ക്. ചെറിയ പൈസക്ക് റെയിൽവേയിൽ ഇവിടെ വന്ന് തൃശ്ശിനാപ്പള്ളി പോർട്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാനലിൽ പോയി നോക്കുക, ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ വിശാലമാണ്. അത് ഇവിടെ പറഞ്ഞാൽ നമ്മളെ സമയം നഷ്ടപ്പെടും. നമ്മൾ റൂട്ട് മാത്രം കാണിച്ചു തന്ന് സ്പീഡിൽ പോവാണ്. അപ്പം നമ്മൾ നാഗൂരിലേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. ടൈം ഏകദേശം 11 മണിൻ്റെ അടുത്തായി. അവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ വഴിയിൽ നിന്നും ഒരു ചായയൊക്കെ കുടിക്കാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കും ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് വണ്ടിയിൽ കരുതി വെക്കുക. കുറച്ച് ഫ്രൂട്ട്സോ ഫ്ലാസ്കിൽ കട്ടൻ ചായ കഴിഞ്ഞ് അതെല്ലാം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ നിങ്ങൾ കരുതി വെക്കുക. അങ്ങനെ തിരുച്ചിനാപ്പള്ളിനോട് ഇറങ്ങുമ്പോൾ തന്നെ ഇതേപോലെ ഗൂഗിൾ മാപ്പിൽ അടിക്കുന്നത് നാഗൂർ ദർഗാ ഷരീഫ്, എന്നിട്ട് എടുത്ത് നാഗൂർ റെയിൽവേ സ്റ്റേഷനാണ് ആ ട്രെയിനിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. ഇത് എടുത്തില്ല നോക്കുക. നാഗൂർക്ക് റെയിൽവേ വരാനുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വീഡിയോയിൽ പോയി നോക്കിയാൽ കിട്ടും. തിരുച്ചിനാപ്പള്ളിയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് ഓടുക, തഞ്ചാവൂർ എത്തുന്നതിന് മുന്നേ തിരുവാവൂരിലേക്ക് ഓടുക, തിരുവാവൂർ എത്തുന്നതിന് മുന്നേ നാഗപട്ടണത്തേക്ക് ഓടുക, നാഗപട്ടണത്തിന് നേരെ നാഗൂരിലേക്ക് 3-4 കിലോമീറ്റർ ഉള്ളൂ. അത് വേഗം ഓടിയിട്ട് നാഗൂർ ദർഗയിലെത്തുക. ഇവിടെ നാഗൂർ ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ നിങ്ങൾക്ക്. ആ ദർഗന്റെ ഉള്ളിൽ കയറാതെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോരുക, മാപ്പിൽ കാണിക്കുന്നത് കയറാതെ അതേപോലെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലാണ്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്താണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോരുക. കാരണം നമ്മളെ മാപ്പിൽ കാണിക്കുന്നത് ആ ഓട്ടോറിക്ഷ നിൽക്കുന്നിടത്തിന് അങ്ങോട്ട് തിരിയാനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ആ മാപ്പിൽ തന്നെ കാണാം. നാഗൂർ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ മുന്നിൽ തന്നെയാണ് പാർക്കിംഗ് ഉള്ളത്. അതിൻ്റെ അവിടെ പാർക്കിങ്ങിൽ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ ഇവിടുത്തെ ഹോട്ടലുകാരൻ ചെയ്യും, തുറന്നു തരും. അവിടെ കയറ്റിയിട്ട് നേരെ ഇങ്ങോട്ട് നടന്നു വരിക. അവിടെയും ഇതേപോലെ 100 രൂപ ആ ഹോട്ടലുകാരന് പാർക്കിംഗ് വാങ്ങുന്നുണ്ട് ഫീസ്. എന്നാലും മെച്ചതാണ്. അങ്ങനെ രാത്രി 2 മണിക്ക് കോഴിക്കോട് ഭാഗത്ത് നിന്ന് ഇറങ്ങിയ നമ്മൾ ഏകദേശം ഉച്ചക്ക് 1:45 2 മണി ആയപ്പോഴേക്കും നാഗൂരിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ സിയാറത്തുകൾ പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പം ഇതാണ് നാഗൂർ ദർഗ. ഇവിടുത്തെ ഉള്ളിലെ കാഴ്ചകളൊന്നും നമ്മൾ പല വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് കാണിക്കുന്നില്ല, സമയവും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഇനി നേരെ മുത്തുപ്പേട്ടയിലേക്കാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് തുറക്കുക, നാഗൂരിന് തന്നെ ഇതുപോലെ മുത്തുപ്പേട്ട് ദർഗ ഈ ചുവപ്പ് അക്ഷരത്തിലുള്ളത് അതേപോലെ അടിക്കുക, എന്നിട്ട് സൂം ചെയ്തിട്ട് നോക്കുക. ഇതേപോലെ ഒക്കെ എഴുതി കാണിക്കുന്നില്ല എന്നെ മുത്തുപ്പേട്ട ദർഗാനൊക്കെ ശരിക്കും ചെക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അവിടുന്ന് നേരെ മുത്തുപ്പേട്ടയിൽ നിന്നും വാനന്തവട്ടം ജംഗ്ഷന്, അതായത് തിരുപ്പുറത്തുണ്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അത് കഴിഞ്ഞ് നേരെ ഉപ്പൂര് വഴി, അതിങ്ങനെ സൂം ചെയ്തിട്ട് ആ മാപ്പൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അത് ഉപ്പൂര് വഴി നിങ്ങൾ നേരെ മുത്തുപ്പേട്ടയിലെത്തുക. മുത്തുപ്പേട്ടയിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം വൈകുന്നേരം ചായ കുടിക്കുക എന്ന് കരുതി നമ്മൾ റോഡ് സൈഡിൽ സൈഡാക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ സെറ്റപ്പൊക്കെ നിങ്ങൾ കരുതുക. നാഗൂരിൽ നിന്നും മുത്തുപ്പേട്ടയിലേക്ക് ഏകദേശം 70 കിലോമീറ്ററോടുണ്ട്. 1.5 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. 5 മണിൻ്റെ അടുത്തായി. ഇപ്പം ഇങ്ങനെ മുത്തുപ്പേട്ടയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ്
നാട്ടിൽ നമ്മൾ പോകുന്നത് റോഡ് കുഴപ്പമില്ല, അതുകൊണ്ട് നല്ല ലെവലിൽ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ 600 കിലോമീറ്ററിന്റെ അടുത്ത് നമ്മളിപ്പോൾ ഓടി നാഗൂർ വന്ന് മുത്തുപ്പേട്ടയിലേക്ക് എത്തുകയാണ്. മുത്തുപ്പേട്ടയിലേക്ക് എത്തുമ്പോൾ 650-700 കിലോമീറ്ററിന്റെ അടുത്താകും. നമ്മൾ ഇന്നലെ രാത്രി പോകുന്നതാണ്. മഗ്‌രിബിന്റെ ടൈം ആയപ്പോഴേക്കും മുത്തുപ്പേട്ടയിലെത്തി. മുത്തുപ്പേട്ടയിൽ നിന്നും ആ പാലത്തിന്റെ റോഡിൽ കയറി ക്ഷേത്രത്തിന്റെ ഗേറ്റ് കാണുമ്പോൾ അവിടെ നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് നേരെ മുത്തുപ്പേട്ടയിൽ എത്താവുന്നതാണ്. അത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അതേപോലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല. അപ്പം നമ്മൾ മുത്തുപ്പേട്ട ദർഗയിലെ കാഴ്ചകളും നമ്മൾ കൂടുതൽ നിങ്ങളെ കാണിച്ച് മുഷിപ്പിക്കണില്ല. ദർഗ ഇതാണ്. ഇവിടുത്തെ സിയാറത്ത് കഴിയാം, പാർക്കിങ്ങിന് സൗകര്യമുണ്ട്, താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാം. ഇനി നിങ്ങൾക്ക് ഇന്ന് പോവണ്ട, യാത്ര മതി എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ താമസിക്കാം. ഇവിടെ റൂം കിട്ടും. 650, 700, 1000 റുപ്യ വരെ ഇവിടെ റൂമിന് റേറ്റ് ഉണ്ട്. റൂമൊക്കെ നോക്കിയിട്ട് കണ്ടമാനം റൂമുണ്ട്. ദർഗൻ്റെ ഈ റോഡിന് അങ്ങനെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലൊക്കെ റൂമുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാം. ഓക്കെ. അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഇനി ഏർവാടിയിലേക്ക് പോവാണ്. രാത്രി 9:30-10 മണിയാകുമ്പോഴത്തേന് ഏർവാടിയിൽ എത്തണം. ഇവിടുന്ന് നമ്മൾ നിസ്കാരങ്ങളൊക്കെ തീർക്കാം. മഗ്‌രിബും ഇശാവും ഇവിടുന്ന് നിസ്കരിക്കാം. നമുക്ക് അതിനുള്ള സൗകര്യം, നല്ല വിശാലമായ പള്ളിയും അതിനുള്ള പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുത്തുപ്പേട്ട ദർഗയിൽ നിന്നും നമ്മൾ ഇറങ്ങാണ്. ടൈം ഏകദേശം 7:30 ടൈമായി. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ദർഗാനെ നിങ്ങൾ മാപ്പിൽ അടിക്കുക. ഏർവാടി ദർഗാനെ അടിച്ചിട്ട് ഏർവാടി ഇബ്രാഹിം ബാദുഷ ഇങ്ങനെ അടി കാണുണ്ടോ നോക്കുക. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് കാണുണ്ടോ നോക്കുക. ഏർവാടി ദർഗ, KR ഇതൊക്കെ അതിലുണ്ടോ എന്ന് നോക്കണം സൂം ചെയ്തിട്ട്. എന്നിട്ട് കാരണം എന്താ വെച്ചാൽ ഏർവാടി ദർഗാന് പലരും പല രൂപത്തിൽ അടിച്ചിട്ട് ആ പരിസരത്തെത്തും. പക്ഷെ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ, അത് മറക്കരുത്. ഇപ്പം ഇവിടുന്ന് 180 കിലോമീറ്ററോളം നമുക്ക് ഓടിയിട്ട് എന്ത് ചെയ്യണം, ഏർവാടി ദർഗയിലെത്തണം. ഏർവാടി ദർഗയിലെത്തുമ്പോഴത്തേന് ഏകദേശം ടൈം 11 മണിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കാഴ്ചകളാണ് റോട്ടിൽ മുഴുവൻ. ഓരോ ഉത്സവ കാഴ്ചകൾ ഇങ്ങനെ നിറഞ്ഞാടുന്നത് നമുക്ക് ഇങ്ങനെ കാണാം. കണ്ടമാനം ഈ ഏരിയയൊക്കെ വിശ്വാസികൾ നിറഞ്ഞ ഏരിയയാണ്. ഏത് വിശ്വാസികളാണെങ്കിലും അവർ അവരുടേതായിട്ട് കർമ്മങ്ങളിൽ ഇങ്ങനെ റോട്ടിലുടനീളം ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈം പിന്നെ യാത്ര ചെയ്യാൻ വലിയൊരു അത്ഭുതമില്ല. കാരണം ഒരു 11 മണിൻ്റെ മുന്നായിട്ട് നമുക്ക് ഏർവാടിയിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ രാമനാഥപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് മലമേൽക്കുടി, അത് കഴിഞ്ഞാൽ തൊണ്ടി, അത് കഴിഞ്ഞാൽ രാമനാഥപുരം, രാമനാഥപുരത്തിന് നേരെ ഏർവാടി. രാമനാഥപുരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏർവാടിയിലേക്ക് 10-30 കിലോമീറ്ററിൻ്റെ അടുത്ത്. അത് പിന്നെ ഒരിച്ചിരി ആളൊഴിഞ്ഞ ഏരിയ ആണെങ്കിലും നല്ല റാഹത്തായിട്ട് പോകാം. അടിപൊളി റോഡാണ്. അങ്ങനെ നമ്മൾ ഏർവാടിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ 2 അമ്പാണ്ട് കഴിയുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഏർവാടി ദർഗ എന്നുള്ള ബോർഡ്. ഈ ദർഗ എന്നുള്ള ബോർഡും കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ തന്നെ നല്ല 2 കാലിങ്ങനെ കാണാം. ഓക്കെ. ഇതാണ് ഏർവാടിയിലേക്ക് കയറുന്ന മെയിൻ ഗേറ്റാണ്. ഏർവാടിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 1.5-2 കിലോമീറ്റർ നമുക്ക് ഓടിയാൽ ദർഗയിലേക്ക്. ഇതൊക്കെ ദർഗൻ്റെ പ്രോപ്പർട്ടി പെട്ട സംഭവങ്ങളാണ്. അപ്പം നമ്മൾ ഏർവാടിയിൽ എത്തിയിരിക്കുകയാണ്. 11 മണിൻ്റെ അടുത്തായി. ഏർവാടി മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. രാത്രി നമ്മളിവിടെ എത്തിയിട്ട് നമ്മളിവിടെ താമസിക്കല്ലാതെ നിവർത്തില്ല. നമ്മൾ ഡ്രൈവർമാർ ചുരുക്കായുണ്ട്. നിങ്ങളുടെ അടുത്ത് വണ്ടി ഓട്ടാൻ ഉറങ്ങാത്ത ഡ്രൈവർ ഉണ്ടെങ്കിൽ, അതായത് വണ്ടിയിൽ കിടന്നുറങ്ങിയാണ്ടുള്ള ഡ്രൈവർ ഉണ്ടല്ലോ, മൂപ്പരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ വണ്ടി ഓടിച്ച് നാട്ടിലേക്ക് പിടിക്കുക. 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നാട്ടിലെത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ നിന്നു. ഇനി ഇവിടുന്ന് രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ റൂമുകളൊക്കെ ധാരാളം കിട്ടും. 350 റുപ്യ മുതൽ 400 റുപ്യ 500 റുപ്യൊക്കെ റൂം കിട്ടും. ഇതാണ് ഏർവാടിൻ്റെ പരിസരം. ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും. ഈ അടുത്തും വടത്തുള്ള റോഡിന് കയറിയാൽ ഭക്ഷണം കിട്ടും. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി വേറെ സംശയങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ കിട്ടുന്ന പിന്നെ ഹോട്ടൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് രാവിലെ മുതലേ ഓപ്പൺ ഉണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കാം. മലയാളി ഫുഡുകൾ തന്നെ ഇവിടെ കണ്ടമാനം കിട്ടും. മലയാളിയുള്ള പേരുണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. താരതമ്യേന കുഴപ്പമില്ലാത്ത ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടും. ഏർവാടി ദർഗയിൽ നിന്നും മാനാമതുരൈ കീഴടി റൂട്ടിൽ നമ്മൾ ഓടുക. നേരെ മധുരയിലേക്കാണ്. ഗോറിപ്പാളയം ദർഗാണ്. ഇതേമാതിരി മാപ്പിലടിച്ചിട്ട് ശരിക്കും നോക്കുക. റൂട്ട് ക്ലിയർ അല്ലായിരുന്നു. ഏർവാടിന് രാമനാഥപുരത്തേക്ക് പോകേണ്ടിയില്ല. നേരെ ഇടത്തോട്ട് വാൽനോക്ക റൂട്ടിൽ പോന്നിട്ട് നേരെ മാനാമതുരയിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ വാൽനോക്കം പോകണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വഴിയിൽ പോവാം. അതുപോലെ തന്നെ ഏർവാടിയിലൂടെയൊക്കെ പോകാണ്ടെന്നൊക്കെ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് അത് ചെയ്യണില്ല. ഞങ്ങൾ കുറച്ച് സ്ലോയിലാണ് ഇറങ്ങിയത്. രാവിലെ 10 മണി അതിന് ഏർവാടിന് ഇറങ്ങുമ്പോൾ തന്നെ. അത് കഴിഞ്ഞ് വൈകിൽ ഞങ്ങളിന്ന് ഇതേപോലത്തെ ഒരു കട കണ്ട് അവിടെ കയറി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരുങ്ങി. ഇനി അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബാത്റൂം സൗകര്യമൊക്കെ വേണമെങ്കിൽ പെട്രോൾ പമ്പ് പോലത്തെ ഒക്കെ പിടിക്കാവുന്നതാണ്. വണ്ടിയിൽ എപ്പോഴും 1-2 കട്ട പെട്രോൾ കമ്മിയാക്കി വെക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി അടിക്കുക. തമിഴ്നാടല്ലേ, അടിക്കുമ്പോൾ നോക്കേണ്ടത് പോലെ നമ്മൾ മുഖത്തേക്ക് നോക്കി പറ്റിക്കും. 1000 എന്ന് പറഞ്ഞാൽ 100 അടിച്ചാണ്ട് പെട്രോൾ അടിക്കും. ലിറ്റർ എത്ര ഉണ്ട് എന്ന് നോക്കണം, അത് മറക്കരുത്. അങ്ങനെ പല ചീറ്റിങ്ങുകൾ ചെയ്യും. അതേപോലെ തന്നെ 500 അടിച്ചാൽ പറഞ്ഞാൽ 50 അടിക്കും. അത് നല്ല ശ്രദ്ധിക്കുക, ലിറ്റർ എത്ര ഉണ്ട് എന്നുള്ളത്. അത് ഒരു സംസാരിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ശ്രദ്ധ വിട്ടു പോകരുത്. അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത ബാലൻസ് വാങ്ങാൻ മറക്കരുത്. അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നേരെ ഗോറിപ്പാളയം ദർഗയിൽ എത്തിയിരിക്കുകയാണ്.
ഇതാണ് ഇവിടെ ചെറുങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉച്ചയായതുകൊണ്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ദർഗയിൽ കയറി. ദർഗയിൽ സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങാണ്. ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യുക, നേരെ സിക്കന്ദർമല കയറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാപ്പിൽ അടിക്കുക. നേരെ തിരുപ്പറംകുന്றம் അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സിക്കന്ദർ ദർഗ എന്നിങ്ങനെ കാണിക്കുന്നത് മലന്റെ മുകളിലാണ്. കാര്യമായിട്ട് തിരുപ്പറംകുന്றம் ക്ഷേത്രത്തിന്റെ പരിസരം കഴിഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം എവിടെയും കിട്ടിയാൽ അവിടെ കയറ്റുക. എന്നിട്ട് നേരെ മല കയറുക. തൊട്ടടുത്ത കാണുന്നത് തിരുപ്പറംകുന്றம் റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടേക്ക് ട്രെയിൻ മാർഗം ആകെ 90 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പാലക്കാട് നിന്ന് ദിവസം ട്രെയിൻ വരുന്നുണ്ട്. രാവിലെ 6 മണിക്ക് പുറപ്പെട്ടാൽ 10-11 ഇവിടെ എത്തി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ച് ആകെ 200 ഉറുപ്പ്യ വന്ന് പോകാൻ പറ്റിയ പരിപാടി. നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നീ പോയാൽ കാണാൻ കഴിയും. കിട്ടിയില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങാതെ യാത്ര ചെയ്യരുത്, അത് വെരി ഡേഞ്ചറാണ്, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ രാത്രി 2 മണിക്ക് ഇറങ്ങിയത്. ഉറക്കിൻ്റെ സംശയം തോന്നിയപ്പോൾ അവിടെ താമസിച്ചതും അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ താമസിച്ചിട്ടൊക്കെ പോരുക. രണ്ടാളെ എപ്പോഴും ഉറങ്ങാതെ വണ്ടിയിൽ വേണം. ഉറങ്ങി തോന്നാൻ കണ്ടാൽ ഉടനെ പെട്രോൾ പമ്പിലൂടെയും കയറ്റുക. സേഫ്റ്റിയാണ്, അതാണ്. അല്ലാതെ ഉറക്കി മുസീബത്താക്കിയിട്ട് പോരരുത്, പ്രശ്നമാവും. ഓക്കെ.